Question number 1. Let A equal to vector A equal to I minus j plus 2k. Then the vector in the direction of vector A with the magnitude 5 units is A യുടെ ഡയറക്ഷനിലുള്ള 5 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് വരുന്ന വെക്റ്റർ ഏതാണ് എന്നാണ് ചോദ്യം. A യുടെ ഡയറക്ഷനിലുള്ള 5 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് വരുന്ന വെക്റ്റർ ഏതാണ്? അപ്പൊ A യുടെ ഡയറക്ഷൻ മാത്രം മതി നമുക്ക്. A യുടെ ഡയറക്ഷൻ എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എനെ യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റും അല്ലേ? എയുടെ ഡയറക്ഷൻ എടുക്കാൻ എനെ യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ? അതിൻ്റെ കൂടെ മാഗ്നിറ്റ്യൂഡ് 5 ആവാൻ വേണ്ടിയിട്ട് 5 മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ 5 A ക്യാപ്പ് ആണ് നമ്മുടെ ആൻസർ. 5 A ക്യാപ്പ് ആണ് ആൻസർ അല്ലേ? ഡി ആണോ വരിക? നോക്കി നോക്കൂ. ഡി ആണോ സി ആണോ? എ എന്ന് പറഞ്ഞ വെക്ടർ ഇസ് I minus j plus 2k. A ക്യാപ്പ് കണ്ടുപിടിക്കാൻ എന്താണ് വഴി? യൂണിറ്റ് വെക്ടർ ആണ് A ക്യാപ്പ് എന്ന് പറയുന്നത് അല്ലേ? യൂണിറ്റ് വെക്ടർ അത് കണ്ടുപിടിക്കാൻ വെക്ടർ A ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A എടുത്താൽ മതി. ദാറ്റ് ഈസ് I minus j plus 2k ആണ് വെക്ടർ A ഡിവൈഡഡ് ബൈ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യന്റ് സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യന്റ് സ്ക്വയർ 2 സ്ക്വയർ. That is equal to I minus j plus 2k divided by 1 plus 1 plus 4 root 6 അല്ലേ? ഇതാണ് A ക്യാപ്പ് അല്ലേ? യെസ്, ക്ലിയർ അല്ലേ? ഇതാണ് A ക്യാപ്പ്. ഇനി എന്ത് ചെയ്യണം നമ്മൾ? അഞ്ജന ഗുഡ് മോർണിംഗ്. നമുക്ക് മാഗ്നിറ്റ്യൂഡ് 5 ആയിട്ടുള്ള വെക്ടർ ആണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് A ക്യാപ്പ് വേണ്ടത്. അപ്പോൾ 5 A ക്യാപ്പ് എടുത്താൽ മതി. 5 ഇൻറ്റു ഈ വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ബ്രാക്കറ്റിനകത്തേക്ക് ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5i മൈനസ് 5j പ്ലസ് 10k ഡിവൈഡഡ് ബൈ റൂട്ട് 6. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ശരി, അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 2. Let A equal to I plus j plus 2k and B equal to I minus 2j plus 3k be two vectors. Then the unit vector in the direction of vector A minus vector B is. A minus B യുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്തെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ A minus B കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ അതിനെ യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റിയാൽ മതി. അപ്പോൾ A minus B മൈനസ് ചെയ്തോളൂ. ഇങ്ങനെ കിട്ടും A minus B that is equal to minus ചെയ്യുക. I minus I 0i j minus minus 2j j plus 2j 3j അല്ലേ? ഈ 2k minus 3k minus k ഇതാണ് A minus B. ഇനി ഇതിനെ നമ്മൾ എന്താക്കണം? യൂണിറ്റ് വെക്ടർ ആക്കണം. വി ക്യാൻ ടേക്ക് ദിസ് ആസ് C. അപ്പോൾ ആ സീനെ നമ്മൾ യൂണിറ്റ് വെക്ടർ ആക്കാൻ C ബൈ മോഡ് C എടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു A minus B ബൈ മോഡ് A മൈനസ് ബി അല്ലേ? വെറുതെ നൊട്ടേഷൻ അങ്ങനെ എഴുതാൻ വേണ്ടി എഴുതിയെന്ന് മാത്രം. സി ക്യാപ്പ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ A മൈനസ് ബിയുടെ ഹോൾ ക്യാപ്പ് എന്ന് എഴുതൂല നമ്മൾ. അതുകൊണ്ട് കേട്ടോ എഴുതാൻ നിർബന്ധമൊന്നുമില്ല. 3j മൈനസ് k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 9 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3j മൈനസ് k ബൈ റൂട്ട് 10. 3j മൈനസ് k ബൈ റൂട്ട് 10 ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ദ വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് ദ വെക്ടേഴ്സ് I plus j minus k and lambda I plus 3j plus k are perpendicular. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്. അതിലെ ഒരു മിസ്സിംഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. k ലാംഡ കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റും? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടി എന്താ? അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? A ഡോട്ട് ബി ഇസ് 0 അല്ലെ? അപ്പൊ ഇത് രണ്ട് വെക്ടേഴ്സ് ആണ്. അപ്പൊ A ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് എടുത്തു വിചാരിക്കും, പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് കേട്ടോ. ഇഫ് A ഇസ് പെർപെൻഡിക്കുലർ ടു B അല്ലെ? അപ്പൊ ഇവിടെ ഫസ്റ്റ് വെക്ടർ I പ്ലസ് j മൈനസ് k ആണ്. ഡോട്ട് ലാംഡ I പ്ലസ് 3j പ്ലസ് k ആണ്.
ഈക്വൽ ടു 0. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന എങ്ങനെ ആ കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഐയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക 1 ഇൻറ്റു ലാംഡ. പിന്നെ ജെയുടെ കോഎഫിഷ്യന്റ് ജെയുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക 1 ഇൻറ്റു 3 പ്ലസ് 3. പിന്നെ കെയുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക -1. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0. ലാംഡ ഈക്വൽ ടു -2. സ്റ്റെപ്പുകളുടെ ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പ് തന്നെ ആൻസർ എഴുതാം. ഓപ്ഷൻ എ ആണ് വരും അല്ലേ. അടുത്തത് 4ാമത്തെ ചോദ്യം. The value of lambda for which the vectors 2i minus 3j plus 4k and minus 4i plus lambda j minus k are collinear. ഈ വെക്ടേഴ്സ് കൊളീനിയർ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എന്താണ് കൊളീനിയാരിറ്റി പ്രോപ്പർട്ടി? കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? പാരലലിന്റെ അതേ കാറ്റഗറിയിൽ നമുക്ക് കൊളീനിയറിനെ ഉൾപ്പെടുത്താം അല്ലെ. അതിന്റെ കമ്പോണൻസിന്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കൊളീനിയർ ആണെങ്കിൽ കമ്പോണൻസിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ 2 എന്ന് പറയുന്നത് ഇതിലെ ഐ കമ്പോണന്റ്, അതും ഇതിലെ ഐ കമ്പോണന്റും കൂടെ റേഷ്യോ എടുക്കുക. 2/-4 ദിസ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ജെ കമ്പോണന്റ് -3 ബൈ ഇവിടുത്തെ ജെ കമ്പോണന്റ് ലാംഡ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ കെ കമ്പോണന്റ് 4, ഇപ്പുറത്തെ കെ കമ്പോണന്റ് -8. ഇതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ഇഫ് ദ വെക്ടേഴ്സ് ആർ കൊളീനിയർ. അത് തന്നെ. യെസ്, 6 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോ ഇവിടെ -3/λ ഈക്വൽ ടു ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -1/2 എന്ന് കിട്ടും അല്ലെ. ഈ മൈനസും കൂടെ കട്ട് ചെയ്യാം നമുക്ക്. ഈ ലാംഡയും ഇങ്ങോട്ടും 2നും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം. 3 × 2 ഈക്വൽ ടു ലാംഡ. ദാറ്റ് ഇംപ്ലൈസ് ലാംഡ ഈക്വൽ ടു 6. ലാംഡ ഈക്വൽ ടു 6 ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, എളുപ്പമാണല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണത്. അടുത്തത് 5ാമത്തെ ചോദ്യം. The projection of the vector A equal to 2i minus 3j plus 4k on the vector B equal to I plus 2j plus 2k. പ്രൊജക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. എന്താണ് പ്രൊജക്ഷൻ? എങ്ങനെയാണ് പ്രൊജക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? എ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി is a dot b by mod b അല്ലേ. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 × 1 പ്ലസ് -3 × 2 പ്ലസ് 4 × 2 ഡിവൈഡഡ് ബൈ മോഡ് ബി ആണ് √1² പ്ലസ് 2² പ്ലസ് 2². ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - 6 പ്ലസ് 8 ഡിവൈഡഡ് ബൈ ഇത് 9 വരും, √9 is 3 അല്ലേ. 10 - 6 4/3 എന്ന് വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 4/3. ശരിയല്ലേ? യെസ്. ഓക്കെ, അടുത്തത് 6ാമത്തെ ചോദ്യം. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് എന്നാലും. The value of lambda such that the vectors 2i minus j plus 2k and 3i plus 2 lambda j are perpendicular. നമ്മൾ നേരത്തെ എഴുതിയ അതേ സംഭവം തന്നെയാണ്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ലാംഡ കണ്ടുപിടിക്കുക. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ എന്താ എഴുതുക? A is perpendicular to B. We can say that A dot B is 0. Dot product എടുത്തോളൂ. 2 × 3 പ്ലസ് -1 × 2 ലാംഡ പ്ലസ് 2 × ഇവിടെ k കമ്പോണന്റ് ഇല്ലാത്തതുകൊണ്ട് 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 6 - 2 ലാംഡ ഈക്വൽ ടു 0. 2 ലാംഡ is 6, ലാംഡ is 3. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ലാംഡയുടെ വാല്യൂ യെസ് 3 കിട്ടും. ഓക്കെ അല്ലേ?